പണ്ട് ഞാൻ CID മൂസ കണ്ടൊന്ന് പൊട്ടിച്ചിരിച്ചേന് 6 കൈയാണ് വന്ന് എന്റെ അണ്ണാക്ക് കുത്തിപ്പിടിച്ചത്. എന്നിട്ട് 8 ദിക്ക് പൊട്ടുമാർ അമ്മ അന്യ വീട്ടിൽ പോകേണ്ട പെണ്ണാണടി ഇങ്ങനെ ഉറക്ക ചിരിക്കല്ലെന്ന്. പിന്നെ സ്വന്തം വീട്ടിൽ നടക്കണില്ല, പിന്നെയല്ലേ ഇനി അന്യ വീട്ടിൽ. അല്ലെങ്കിൽ പെണ്ണായി ജനിച്ചു പോയി കഴിഞ്ഞാലേ ഉപദേശങ്ങളുടെ ഒരു റാലി തന്നെയാണല്ലോ. കോഴി കൂവണേനും വേണ്ടിട്ട് കോഴിയുടെ കൊങ്ങയ്ക്ക് പിടിച്ചോണം, പൈപ്പിൽ വെള്ളം ഇല്ലെങ്കിൽ കിണറ്റി ചാടിയെങ്കിലും കുളിച്ചോണം, വല്ല വീട്ടിലും കെട്ടിക്കയറി പോണെങ്കിൽ അടുക്കള ജോലി മൊത്തവും പഠിച്ചോണം, കുടുംബക്കാരുടെ ചൂണ്ടുവരൽ മർമ്മത്തിൽ നിൽക്കണ ചെറുക്കനെ തന്നെ കെട്ടിക്കോണം. കുടുംബജീവിതത്തിൽ ബഡ്ജറ്റിനേക്കാളും വലുതാണ് അഡ്ജസ്റ്റ്മെന്റ് എന്നങ്ങ് കരുതിക്കോണം. ഇനി അമ്മായിയമ്മ പാഷാണം കലക്കി തന്നാലും അവിടെ തന്നെ പിടിച്ചു നിന്ന് പൊരുതി മരിച്ചോണം. ഇതിനോടകം ഗർഭിണി ആയില്ലെങ്കിൽ നാത്തും പറഞ്ഞേർന്ന 101 കുറുക്കുവഴികൾ പയറ്റി അങ്ങ് തെളിഞ്ഞോണം. അഥവാ ആയാലോ നിൽക്കാനും ഇരിക്കാനും നടക്കാനും എന്തിനു പ്രസവിക്കാനും വരെ ഉപദേശങ്ങളാണ്. അത് കഴിഞ്ഞാൽ പാർട്ട് 2 ആ വെറ്റിടക്കണ പെണ്ണ് നോക്കിക്കോളും. പണ്ട് ഞാൻ CID മൂസ കണ്ടൊന്ന് പൊട്ടിച്ചിരിച്ചേന് 6 കൈയാണ് വന്ന് എന്റെ അണ്ണാക്ക് കുത്തിപ്പിടിച്ചത്. എന്നിട്ട് 8 ദിക്ക് പൊട്ടുമാർ അമ്മ